രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണ ആരോപണം തൃശൂരിലും ഉന്നയിച്ച് ഇടത് വലത് മുന്നണികൾ തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുറത്തു നിന്നുള്ള ആളുകളെ എത്തിച്ച് BJP വ്യാജ വോട്ടുകൾ ചേർത്തുവെന്നാണ് ഇരു മുന്നണികളും ആരോപിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വന്തം കുടുംബാംഗങ്ങളെ ഉപയോഗിച്ച് ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകിയെന്ന് DCC പ്രസിഡന്റും K മുരളീധരനും ആരോപിച്ചു. ക്രമക്കേടുകൾ നിഷേധിച്ചുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം അടിസ്ഥാനരഹിതമാണെന്ന് VS സുനിൽകുമാറും പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടത്തി BJP അട്ടിമറിച്ചു എന്ന ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് തൃശൂരിലും വോട്ട് മോഷണ ആരോപണം ഉയരുന്നത്. മണ്ഡലത്തിന് പുറത്തുള്ളവരെ മണ്ഡലത്തിലെത്തിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് പ്രധാന ആരോപണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വന്തം കുടുംബാംഗങ്ങളെ ഉപയോഗിച്ച് ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകിയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ഭാരത് ഹെറിറ്റേജ് എന്ന് പറയുന്ന വീട്ടുപേരിൽ വീട്ടു നമ്പർ 10/219/2 അതായിട്ട് അദ്ദേഹം വോട്ട് ചേർത്തിയത്. ആ വോട്ടെടുപ്പിന് ശേഷം ഈ വീട് ബോംബെ ബേസ്ഡ് ഒരു പാർട്ടിക്ക് കൊടുക്കുകയും ഇപ്പം ആ വീട്ടിൽ ഇവരാരും താമസമില്ല. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വോട്ടറായിരുന്ന സുരേഷ് ഗോപിയും കുടുംബവും അദ്ദേഹത്തിന്റെ ഡ്രൈവറുമടക്കം തൃശൂരാണ് വോട്ട് ചെയ്തതെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരനും പറഞ്ഞു. ഞങ്ങളുടെ പ്രവർത്തകരന്ന് ഫ്ലാറ്റുകളിൽ ചെല്ലുമ്പോൾ പല ഫ്ലാറ്റുകളും പൂട്ടിക്കിടക്കുകയും ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ചില പേരുകൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയുള്ള പേരുകാരെ അടുത്ത വീട്ടുകാർക്ക് അടുത്ത റൂമിൽ താമസിക്കുന്ന എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ജില്ലാ വരണാധികാരിയോ നടപടി സ്വീകരിച്ചില്ലെന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. VS സുനിൽകുമാർ കൂടുതൽ തെളിവുകൾ നിരത്തിയാണ് ഇന്ന് ആരോപണം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിച്ചിട്ടില്ല എന്ന ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണത്തിൽ അടിസ്ഥാനമില്ല. 4 തവണ പരാതിപ്പെട്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിച്ചില്ലെന്നായിരുന്നു LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറിന്റെ ചോദ്യം. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇവിടെ നടക്കുന്ന പരാതികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ കാണുന്നത്. അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്ന നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യമാണ്. എന്നാൽ ഇരു മുന്നണികളുടെയും ആരോപണങ്ങളെ തള്ളിയ BJP UDFനും സുനിൽകുമാറിനും മാനസിക രോഗം ബാധിച്ചിരിക്കുകയാണെന്നാണ് പരിഹസിച്ചത്. പരാജയത്തെ പരാജയമായി കാണുവാൻ സാധിക്കാത്തത് രോഗമാണ്. സുനിൽകുമാറിനെയും UDFനെയും ബാധിച്ചിരിക്കുന്ന രോഗം അതാണ്. അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. പക്ഷേ അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു മാനസിക രോഗം പിടിപെട്ടിരിക്കുകയാണ്. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറാവണം. കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുടെ കൂടുതൽ തെളിവുകൾ സഹിതം പുതിയ വിവരങ്ങൾ പുറത്തുവിടാനാണ് UDF LDF നേതാക്കളുടെ നീക്കം. ലെവിൻ K വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.